വീണ്ടും പേവിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SCTയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പത്തനാപുരം സ്വദേശിനി നിയ ഫൈസലാണ് മരിച്ചത്. കുട്ടിക്ക് 3 തവണ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു. ഏപ്രിൽ 8-നാണ് കുട്ടിയെ നായ കടിച്ചത്. ഞരമ്പിൽ കടിയേറ്റത് മൂലം രക്തത്തിലൂടെ തലച്ചോറിനെ ബാധിക്കുകയായിരുന്നു. പേവിഷബാധയേറ്റ തിരുവനന്തപുരം SCTയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരിയാണ് മരിച്ചത്. കുട്ടി വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുഞ്ഞുങ്ങളാണ്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുന്നത് ആവർത്തിക്കുകയാണ്. കൊല്ലം വിളക്കൊടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയാണ് SCT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയ ഫാരിസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. ഇതിന് പിന്നാലെയാണ് കൊല്ലത്തും സമാന സംഭവം. ഏപ്രിൽ മാസത്തിൽ മാത്രം 6 പേരാണ് പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത്. ഏപ്രിൽ 8-ന് ഉച്ചയ്ക്ക് വീട്ടുമുറ്റത്തിരിക്കുമ്പോഴാണ് കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയെ പട്ടി കടിച്ചത്. ഉടൻ തന്നെ IDRV ഡോസ് എടുത്തിരുന്നു. അന്ന് തന്നെ ആന്റി റാബിസ് സിറവും നൽകിയിരുന്നു. പിന്നീട് 3 തവണ കൂടി IDRV നൽകി. ഇതിൽ മെയ് 6-ന് 1 ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇതിനിടെ ഏപ്രിൽ 28-ന് കുട്ടിക്ക് പനി ബാധിച്ചപ്പോൾ പരിശോധിച്ചു. അപ്പോഴാണ് പേവിഷബാധയേറ്റെന്ന് മനസ്സിലായത്. യഥാസമയം വാക്സിൻ എടുത്തതിനാൽ പേവിഷബാധ ഏൽക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബവും നാട്ടുകാരും. അതിനാൽ തന്നെ പിന്നീട് ആരും പട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. നായ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.